ഫ്രണ്ട്സ്, കേരള സർക്കാർ പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്നു എന്ന കാര്യം നമ്മളിൽ എത്ര പേർക്ക് അറിയാം? അതെ, പ്രവാസികൾക്കും പെൻഷൻ പദ്ധതി കേരള സർക്കാരിൽ നിലവിൽ ഓൾറെഡി ഉള്ളതാണ്. അതായത് പ്രവാസി ക്ഷേമനിധി ബോർഡിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ഇതിൽ അംഗത്വമായിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ആർക്കൊക്കെ എലിജിബിൾ ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വേറൊരു കാര്യം, ഇതിൽ പെൻഷൻ മാത്രമല്ല വേറെ ഒട്ടുമിക്ക ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. അതായത് പ്രവാസികളെ മക്കളെ കല്യാണത്തിന് 10,000 രൂപ ഒരു ധനസഹായം നൽകും. അതേപോലെ തന്നെ മെമ്പറായിട്ടുള്ള സ്ത്രീകൾക്ക് ഡെലിവറിക്കുള്ള ആണെങ്കിൽ ധനസഹായം നൽകും. അതേപോലെ തന്നെ നമ്മൾ പ്രവാസത്തിലുള്ള സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ മെമ്പറായിട്ടുള്ള ആൾക്കാർ ആക്സിഡൻറ്റോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ 50,000 രൂപ ഒരു ധനസഹായം നൽകും. ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇത് 3 കാറ്റഗറിയിലാണ് ആൾക്കാർ എലിജിബിൾ ആവുന്നത്. ഒന്ന് 1A, അതായത് നിലവിൽ പ്രവാസികളായിട്ടുള്ളവർ. രണ്ടാമത്തേത് 1B, അതായത് പ്രവാസം നിർത്തിയിട്ട് നിലവിൽ നാട്ടിൽ ഉള്ളവർ. മൂന്നാമത്തേത് 2A, അതായത് കേരളത്തല്ലാതെ അന്യ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന മലയാളികൾക്ക്. ഈ 3 പേർക്കാണ് ഇത് എലിജിബിൾ ആവുന്നത്. അത് നമുക്ക് നിലവിൽ പ്രവാസി ക്ഷേമനിധി മെമ്പറായിട്ട് ആണെങ്കിൽ നമ്മൾ 5 വർഷം നമ്മൾ പ്രതിമാസം പൈസ അടക്കണം. അപ്പോൾ 1A, അതേപോലെ തന്നെ 1Aയിലുള്ളവർക്ക് 350 രൂപയാണ് അത് പ്രവാസികൾ അടക്കേണ്ടത്. അതേസമയത്ത് 2A 2B ഈ 2 കാറ്റഗറിയിലുള്ളവർ നാട്ടിൽ ഉള്ളവർ 200 രൂപ വെച്ചാണ് പ്രതിമാസം അടക്കുന്നത്. അതിൽ 5 വർഷം നമ്മൾ അടച്ചാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് എലിജിബിൾ ആവുള്ളൂ. 5 വർഷം അടച്ചവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ സൈറ്റിൽ പോയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 58 വയസ്സിലൊക്കെ നമ്മൾ തുടങ്ങി, അപ്പോൾ 2 വർഷമല്ല 60 ആകുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും 3 വർഷം കൂടി അടച്ചിട്ട് 63 വയസ്സ് വരെ അടച്ചതിന് ശേഷം നമുക്ക് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററോ അല്ലെങ്കിൽ വല്ല ഓൺലൈൻ സെൻറ്ററിലോ പോയി നമുക്ക് എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. പാസ്പോർട്ട്, വിസ കോപ്പി, പിന്നെ നമ്മുടെ ഫോട്ടോ, സൈനൊക്കെയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ വേറെ കാര്യം, നമ്മൾ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 വീക്ക് 2 വീക്കിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒരു മെമ്പർഷിപ്പ് ID, മെമ്പർഷിപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ വരും. ആ 10 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് മെയിൻലി വേണ്ടത്. അതേപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കാർഡ് വരില്ല, ഓൺലൈനിൽ ഡിജിറ്റൽ കാർഡ് മാത്രമേ വരുള്ളൂ. രണ്ടാമതൊരു കാര്യം, പൈസ അടക്കാൻ വളരെ എളുപ്പമാണ്. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാത്തിലും കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രീമിയം അടക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് എല്ലാ മാസത്തിലും നമ്മൾ അടച്ച ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിതിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടച്ചാൽ നമുക്ക് വേറെ ഒരുപാട് ആനുകൂല്യം കിട്ടും. എല്ലാത്തിനും അപ്ലൈ ചെയ്യേണ്ടത് അതേ സൈറ്റിൽ പോയിട്ട് തന്നെ വളരെ ഈസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ നമ്മൾ 5 വർഷം അടച്ചിരിക്കണം. 5 വർഷം അടച്ചാൽ നമുക്ക് എന്തായാലും ഇത് കിട്ടുന്നതായിരിക്കും.